നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇങ്ങോട്ട് മാറി നിൽക്കടാ. നീ മിണ്ടിപ്പോരുതോ. നാട് മുഴുവൻ നാറ്റിച്ചിട്ട് നിനക്ക് മതിയായില്ലടി. എന്ത് ധൈര്യത്തിലായിട്ട് നീ ഇവനെ കാണാൻ ഇറങ്ങി പുറപ്പെട്ടത്? സുഗുണേട്ട ബഹളം ഉണ്ടാക്കരുത്. വീട്ടിൽ പൊടി. ഏട്ടാ ഇനിയും നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോവാൻ പറഞ്ഞാ പൊക്കോളണം. പൊടി. എന്നൊന്നും ചെയ്യരുത്. അവളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. അവള് വിളിക്കുമ്പോ വരാൻ നീ ആരടാ? അവളുടെ ഭർത്താവാ. ചേട്ടനോട് ക്ഷമിക്കണം. ഇത്തവണത്തെ കൂടി മാപ്പ് തരണം. ഇനി ഈ ജന്മം അവളെ ഞാൻ കാണുകയില്ല. ഓ അത് ശരി. എന്റെ പെങ്ങളെ സാഹചര്യം മുങ്ങാനാ പരിപാടിയല്ലേ? അയ്യോ അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മാന്യനായിട്ട് നീ സുഖിച്ച് ജീവിക്കാൻ പോവാണല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഏട്ടൻ തന്നെ പറ. ആരടാ നിന്റെ ഏട്ടൻ? ഇനി എങ്ങനെ വിളിച്ചാലുണ്ടല്ലോ നിന്റെ നാക്ക് വലിച്ചാൻ പുറത്തിടും. എങ്കിൽ എന്റെ പൊന്നു സഹോദര, ഞാൻ മാത്രമല്ല നിങ്ങളുടെ ആ പോയ പെങ്ങളും തെറ്റുകാരി. ഞങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. ഒരു കയ്യബദ്ധമോ? ഒരുപാട് പറ്റിപ്പോയി. പക്ഷെ ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കാണല്ലോ കേട്. നീ എന്താടാ പഴഞ്ചൊല്ല് പറഞ്ഞെന്നെ പേടിപ്പിക്കാണോ? ഇവിടെ ഇലയും മുള്ളൊന്നുമില്ല. വേണ്ട. ആകെ ഉള്ളത് എന്റെ പെങ്ങളുടെ മാനം മാത്രമാ. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല പൊന്നു മോനെ അജയകുമാര. അയ്യോ അജയ് കുമാരനല്ല, അജയ് ഘോഷ്. മാണിക്യമംഗലത്ത് അജയ് ഘോഷ്. നിന്റെ പേര് തെറ്റുകൂടാതെ എഴുതാൻ ഇത് ആധാർ കാർഡല്ല, അടി മേടിക്കുന്ന കാർഡാ. എന്റെ ഏട്ടാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഞാൻ വിചാരിച്ച സംഭവിച്ചു പോയതിനൊന്നും പരിഹാരം കാണാൻ പറ്റില്ല. നീ വിചാരിച്ചാ പറ്റില്ല, പക്ഷെ ഞങ്ങൾ വിചാരിച്ചാ പറ്റും. നീ അവളെ കെട്ടണം. അയ്യോ എന്താ ചേട്ടാ, എനിക്കൊരു ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതാ. ആ അത് സാരമില്ല, ഞാൻ അവരോട് സംസാരിച്ചോളാം. എന്തോന്ന്? നീ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവളെ കെട്ടിയാ മതി. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കണിച്ചോരില്ല സംസാരിക്കല്ലേ. എന്റെ ഏട്ടനെങ്ങനെ അറിഞ്ഞാൽ എന്നെയും കൊല്ലും, അവളെയും കൊല്ലും, നിങ്ങളെയും കൊല്ലും. നിന്റെ ചേട്ടനോട് ചോദിച്ചിട്ടാണാടാ നീ ഈ പരിപാടിക്ക് ഇറങ്ങിയത്? പിന്നെന്തിനാടാ നിന്റെ ചേട്ടനെ ഇതിനിടയ്ക്ക് പിടിച്ചിരുന്നത്? ഇവിടെ ചേട്ടനും അനിയനൊന്നും വേണ്ട, നീ കെട്ടിയാ മതി. അത് നടക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ. എന്റെ ഏട്ടൻ ആരാ നിങ്ങൾക്ക് അറിയോ? ആരായാലും എനിക്കെന്നടാ. എനിക്ക് എന്താണെന്നോ? ചേട്ടാ, അറിഞ്ഞുകൊണ്ട് പോയി ദുരന്തോ എക്സ്പ്രസിന് തല വെച്ച് കൊടുക്കല്ലേ. എന്റെ ഏട്ടന്റെ പേര് കേട്ടാ നിങ്ങൾ ഞെട്ടും. വിശ്വനാഥൻ, മാണിക്യമംഗലത്ത് വിശ്വനാഥൻ. അതെന്താ ഞെട്ടാത്തെ? സൗകര്യമില്ല. വിശ്വനാഥനല്ല, സാക്ഷാൽ വിശ്വകർമാവിന്റെ അനുജൻ എന്ന് പറഞ്ഞാലും ഈ സുഗുണം ഞെട്ടില്ല. കാരണം നഷ്ടപ്പെടാനുള്ളത് എനിക്കല്ല, നിനക്കാ. നിനക്ക് മാത്രം. ശരി, നമുക്കൊരു ധാരണയിലെത്താം. എത്താം. തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടാം. തൽക്കാലത്തേക്കൊന്നും പോരാ, പെർമനന്റ് ആയിട്ട് വെറുതെ വിടണം. അപ്പൊ റേറ്റ് കൂടും. എന്ത് കൂടുമെന്ന്? റേറ്റ് കൂടുമെന്ന്. വിലപേശലുകളില്ല. സമ്മതമാണെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിനക്ക് ഇവിടുന്ന് പോവാ. ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അധികമൊന്നും വേണ്ട, ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഞാൻ നേരെ മാണിക്യമംഗലത്തേക്ക് വരാം. അയ്യോ വേണ്ട. കാശ് ഞാൻ തരാം. എപ്പോ? ഒരു 6 മാസത്തിനകം. പറ്റില്ല. 2 മാസം. 2 മാസത്തിനകം കാശ് എനിക്ക് കിട്ടിയിരിക്കണം. മാക്സിമം നോക്കാം. നോക്കിയില്ലെങ്കിൽ ഞാൻ നോക്കും നിന്നെ പൊളിച്ചെടുക്കാൻ. ഇപ്പൊ നിന്നെ ഇവിടുന്ന് വെറുതെ വിട്ടതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നോക്ക്, എന്റെ കയ്യിൽ നല്ല ഒന്നാന്തരം തെളിവുണ്ട്. അയ്യോ, മാറ്റി തരാം. കാശ് ഞാൻ തരാം. പക്ഷെ അതുവരെ ഈ രഹസ്യം നമ്മളല്ലാതെ മൂന്നാമതൊരാളെ. കള്ളനാണെങ്കിലും താമസം കോളനിയിലാണെങ്കിലും
തല പോയാലും സുഗുണം വാക്ക് മാറ്റില്ല. പക്ഷെ നീ വാക്കു മാറ്റിയ ഇല്ല മാറ്റില്ല. മാറ്റായിരുന്നാ നിനക്ക് കൊള്ളാം. എന്നാ പൊക്കോ. താങ്ക് യു ഏട്ടാ. ഓടാ. ജീവിക്കാൻ മാർഗമില്ലായിരിക്കുമ്പോ ദൈവം കൊണ്ട് തരുന്ന ഓരോ മലങ്കോളുകളെ. എന്റെ മലനടത്തേവരെ, യു ആർ സോ ഗ്രേറ്റ്. ചായ അവിടെ ചെയ്യും. കവരേ, നിനക്ക് എന്നോട് ഇപ്പോഴും പിണക്കമുണ്ടോ? എന്തിന്? പറയാൻ പാടില്ലാത്ത പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ കവരി, അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. എന്നെ തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകി. എന്നെ മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരെയും. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഇപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ? അഹങ്കരിച്ചു ഒരുപാട്. ഞാൻ വിശ്വം വെട്ടിപ്പിടിച്ചവരെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ഹരിതായ്മകളുടെ കൂമ്പാരമായിരുന്നു ഇന്നലെ വരെ എന്റെ ജീവിതം. തിരുത്തണം. ഇനിയെങ്കിലും എനിക്ക് തിരുത്തണമൊക്കെ. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് എനിക്കിപ്പോ എന്നോട് തന്നെ പുച്ഛം തോന്നുക. നിന്നെ ഓർത്ത്, നമ്മുടെ മക്കളെ ഓർത്ത്. എന്തൊക്കെ ക്രൂരതകളാണ് ഞാൻ കാണിച്ചത്. ചെയ്തു കൂട്ടിയതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് ഇനിയെങ്കിലും ഒരിക്കലും നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം. വാവിട്ട വാക്കും ആവനാടി വിട്ട അമ്പും ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ശ്രമം, വെറുതെ ഒരു ശ്രമം. നിനക്കറിയോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ഒരു പ്രൊഫസറുടെ പ്രസംഗം കേട്ടു. അയാൾ പറയാ, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ. അദ്ദേഹം ലോകം മുഴുവൻ യുദ്ധം ചെയ്ത് കീഴടക്കി. ഒടുക്കം 32ാമത്തെ വയസ്സിൽ കുഴഞ്ഞ വീണ് ചാകുന്നതിന് മുമ്പ് ഒരു കത്ത് എഴുതി വെച്ചു. എന്റെ ശവപ്പെട്ടിയുടെ ഇരുവശവും ഓരോ ദ്വാരം ഇടണമെന്ന്. എന്നിട്ട് എന്റെ 2 കൈകളും അതിലൂടെ പുറത്തേക്ക് നീട്ടി വെക്കണമെന്ന്. എന്തിനാണെന്നറിയോ? ലോകം മുഴുവൻ കീഴടക്കിയ ഞാൻ ഒടുക്കം ഭൂമി വിട്ടു പോകുന്നത് ശൂന്യമായ കൈകളോടെയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ. അത് കേട്ടപ്പോ ഞാനാകെ തളർന്നുപോയി. ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചു. 32ാമത്തെ വയസ്സിൽ ആ മനുഷ്യനുണ്ടായ തിരിച്ചറിവും ബോധവും എനിക്കെന്താ ഈ പ്രായത്തിലെങ്കിലും തോന്നാത്തതെന്ന് ആലോചിച്ചപ്പോ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. മാണിക്യമംഗലത്ത് വിശ്വനാഥൻ ഇനി മാറ്റത്തിന്റെ പാതയിലാ കാവരി.